ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. പ്രിയ പഠിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പഠിക്കാൻ പോകുന്നത് ആത്മോപദേശ ശതകം കൃതിയിലെ 36ാമത് ശ്ലോകമാണ്. അറിവിനു ശക്തി അനന്തമുണ്ടിതെല്ലാം അറുതിയിടാം സമയന്യെന്നിവണ്ണം ഇരുപിരിവായി ഇതിലന്യസാമ്യമാർന്നുള്ളൊരു വിലമർന്നു തെളിഞ്ഞുണർന്നിടേണം. അറിവിനു ശക്തി അനന്തമുണ്ടിതെല്ലാം അറുതിയിടാം സമയന്യെന്നിവണ്ണം ഇരുപിരിവായിതിലന്യസാമ്യമാർന്നുള്ളൊരു വിലമർന്നു തെളിഞ്ഞുണർന്നിടേണം. നമുക്കാദ്യം ഓരോ പദത്തിൻ്റെയും അർത്ഥം പഠിക്കാം. അറിവിനെ നമ്മൾ സാധാരണ അറിയുന്ന അറിവിനെ ശക്തി അനന്തമുണ്ട്, അനന്തമായ ശക്തി അറിവിനുണ്ട്. അറിവിനുള്ള ശക്തി എന്ന് പറയുന്നത് അനന്തമാണ്. ഇതെല്ലാം, അതായത് അറിവിൻ്റെതായ ശക്തികളെല്ലാം സമ അന്യ എന്നിവണ്ണം രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്, സമയെന്നും അന്യയെന്നും. ഇരുപിരിവായി അറിവിൻ്റെ ഈ ശക്തികളെല്ലാം രണ്ട് വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അറുതിയിടാം, അല്ലെങ്കിൽ തരംതിരിച്ച് മനസ്സിലാക്കാം. ഇതിൽ, ഈ രീതിയിൽ അന്യസാമ്യമാർന്നുള്ള, അന്യയും സമയും ഒന്നാക്കി തീർക്കുന്ന ഉരുവിൽ, സ്വരൂപത്തിൽ അമർന്ന് സായുജ്യാവസ്ഥയിലെത്തി, സായുജ്യം മോക്ഷം, മോക്ഷാവസ്ഥയിലെത്തി തെളിഞ്ഞ്, അല്ലെങ്കിൽ ബോധാവസ്ഥയിലെത്തി എല്ലാ സംശയങ്ങളും തീർന്ന് തെളിഞ്ഞ് പരിപൂർണമായ ബോധാവസ്ഥയിലെത്തി. അവിടെ സംശയം ഒട്ടും ഇല്ലാത്തൊരവസ്ഥ. ഉണർന്നിടണം. അങ്ങനെ സംശയമില്ലാത്ത, ഒരു സംശയവുമില്ലാത്ത ബോധാവസ്ഥയിലെത്തി തെളിഞ്ഞ് ഉണർന്നിരിക്കണം എന്നാണ് മഹാഗുരു ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ ശ്ലോകത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ അന്യ എന്നും സമ എന്നുമാണ്. ഈ പ്രപഞ്ചത്തെക്കുറിച്ചറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭ്രമാത്മകത, അല്ലെങ്കിൽ ഭ്രമാത്മക ചിന്തയാണ് അന്യ. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ വ്യക്തമായ ഒരു ധാരണയില്ലാത്ത അവസ്ഥ, ഭ്രമാത്മക ചിന്ത, അതിന് അന്യ എന്ന് പറയുന്നു. അന്യ എപ്പോഴും കലഹിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം കൃത്യമായ ഒരു ധാരണയില്ല. ഈ പ്രപഞ്ചത്തിലെ ഒന്നിനെക്കുറിച്ചും കൃത്യമായ അറിവോ അല്ലെങ്കിൽ ധാരണയോ ഇല്ലാതെ വരുമ്പോൾ എപ്പോഴും അന്യ കലഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ സമബുദ്ധിയാണ്, എന്ന് പറയുന്നത് സമബുദ്ധിയാണ്. എല്ലാം വ്യക്തമായി അറിയാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ എല്ലാം വ്യക്തമായി അറിഞ്ഞിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് സമ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും വഴിയാണ്. മനസ്സിലായല്ലോ? സമ എല്ലാം അറിഞ്ഞിരിക്കുന്നു, എല്ലാറ്റിനെക്കുറിച്ചും.
എല്ലാം ഒന്നാണെന്നുള്ളൊരു ബോധാവസ്ഥയിലെത്തി നിൽക്കുന്ന സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും വഴിയായി നിൽക്കുകയാണ്. ഈ രണ്ടു ശക്തിയും നമ്മളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാവരിലും. അതായത് പണ്ഡിതനായാലും പാമരനായാലും ശരി, ഈ രണ്ട് ശക്തികളിലും ഈ രണ്ട് ശക്തിയും എല്ലാവരിലും ഉണ്ട്. പക്ഷേ നമ്മൾ ഈ കാര്യം അറിയുന്നില്ല, നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. ഇതെല്ലാം പ്രപഞ്ച ശക്തികളാണ്. അതുകൊണ്ട് അന്യയും സമയും സഹോദരങ്ങളെപ്പോലെയാണ്. രണ്ടും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഗുരു ഇവിടെ പറയുകയാണ്, ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ ഈ അവസ്ഥ തരണം ചെയ്യണം. നമുക്ക് ആത്മസായുജ്യം നേടണമെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ മോചിതരാവണം. അതായത് ഒരു ഘട്ടം കൂടി മുന്നേറണം എന്ന് സാരം. അന്യയ്ക്കും സമയ്ക്കും ഇടം കൊടുക്കുന്ന ഒരു ഇരിപ്പിടമുണ്ട്. ആ അധിഷ്ഠാനത്തെ ഗുരു ഇവിടെ പേരിട്ടിരിക്കുന്നത് അന്യസാമ്യ എന്നാണ്. ഈ അവസ്ഥയിൽ ലയിക്കുന്നതോടെ നാം അമരനായിത്തീരുന്നു. ഈ അവസ്ഥയിൽ എത്തണമെങ്കിലോ നമ്മിലെ അമിതമായ